എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങളാണ്. മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്കുമായി ഈ വചനം സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം ഇപ്രകാരമാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ പശുവും പാനീയവും ഞാൻ ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാകത്തില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. ദൈവവചനമാണ് നാം കേട്ടത്. പ്രിയപ്പെട്ടവരെ, നിനക്ക് ഞാൻ ദീർഘായുസ് നൽകണമെങ്കിൽ കർത്താവ് ഇപ്രകാരമാണ് പറയുന്നത്: നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാകത്തില്ല. ഇന്ന് മക്കളില്ലാത്ത അനേകർക്ക് ഈ വചനം കൊടുത്തപ്പോൾ മക്കളെ കിട്ടി അവർ ഒരുപാട് സന്തോഷത്തോട് കഴിയുന്നതൊക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വചനം ഒന്നും അപ്രത്യക്ഷമായി പോകത്തില്ല. അത് ഫലരഹിതമായി തിരിച്ചു വരുത്തതുമില്ല. അത് നമ്മളിൽ രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. മക്കളില്ലാത്ത എല്ലാ ദമ്പതികളും ഈ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ദൈവത്തോടൊപ്പം ആയിരിക്കുകയും ചെയ്താൽ ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാപരിശുദ്ധനും കാരുണ്യവാനുമായ ദൈവമേ, ദയാലുവായ വിശുദ്ധായെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സർവ്വലോകത്തിൻ്റെ അധികാരിയായ സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. പിതാവേ, അങ്ങ് പരിശുദ്ധൻ. അങ്ങയുടെ പരിശുദ്ധിയിലും വിശുദ്ധിയിലും അപ്പാ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയിൽ പൊതിയണമേ. ഈ വചനം കേൾക്കുന്ന മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്കും മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ കൃപയിൽ ഓരോ മക്കളെയും കർത്താവ് സമൃദ്ധിയിൽ അങ്ങയുടെ കൃപയിൽ നിറച്ച് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം എല്ലാ സഹോദരി സഹോദരന്മാരോടും കൂടി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ പിതാവേ, ഈ വചനം കേൾക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധിക്കണം. നമ്മുടെ ദൈവമായ കർത്താവിനെ നമ്മൾ ആരാധിക്കണം. അപ്പോഴാണ് നമ്മുടെ കർത്താവ് നമ്മളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാം. നമ്മൾ കർത്താവിനെ ആരാധിക്കുന്ന മക്കളായി മാറണം. കർത്താവിനെ സ്നേഹിക്കുന്ന മക്കളായി മാറണം. കർത്താവിൻ്റെ വിലയേറിയ സ്നേഹം നമ്മുടെ എല്ലാവരോടൊപ്പം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദയാവരനായ കർത്താവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവർക്കും സമൃദ്ധി നൽകണമേ. അങ്ങയുടെ പരിശുദ്ധിയിലും വിശുദ്ധിയിലും ഓരോ വ്യക്തികളെയും പൊതിയണമേ കർത്താവേ. അവർക്കെല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ വചനം കേൾക്കുന്നതും ധ്യാനിക്കുന്നതും എല്ലാ മക്കളോടൊപ്പം ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതി. പ്രൈസ് ദി ലോർഡ്.